ഡാൻസിലാണെങ്കിൽ ആരായിരിക്കും ഗുരു? ഞാൻ ആദ്യം ഡാൻസ് പഠിച്ചത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയിട്ടില്ല, ബ്രേക്കായാണ് പോയത്. കാരണം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രത്നമണി എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു, ആളിപ്പോൾ ഇല്ല, മരിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങനെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല, ആ ഒരു കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും, നമ്മുടെ ഇവിടെ ഒരു ക്രൂ ഉണ്ട്, അപ്പോൾ അവരുടെ കൂടെ അമ്പലത്തിലെ കാര്യങ്ങൾ പ്രോഗ്രാംസ് വരുമ്പോൾ നമ്മളങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. നമ്മളെപ്പോഴും ഈ എന്തിൻ്റെ ആണെങ്കിലും ഒരു അവസരം തേടുമ്പോൾ നമ്മൾ എപ്പോഴും ചെന്ന് പെടുന്നത് എന്തെങ്കിലും ഫസ്റ്റ് എത്തിച്ചേരുന്നത് നെഗറ്റീവ് സൈഡ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവ് സംസാരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ലക്ഷ്മിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യണ സമയത്ത് ഈ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നെഗറ്റീവ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ കമന്റ് സെക്ഷനിൽ നിന്നൊക്കെ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരിക്കും, കാരണം കുറ്റം പറയുമല്ലോ, അതറിയാലോ. പിന്നെ ആദ്യമൊക്കെ സങ്കടമായിരുന്നു കേൾക്കുന്ന സമയത്ത്, അയ്യോ എന്താ ഇങ്ങനെ കമന്റ് എന്ന്. എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണ്, കേട്ട് കഴിയുമ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. പിന്നെ ആദ്യം ഭയങ്കര അതിന്റെ എക്സ്ട്രീം ലെവലായിരുന്നു, കേൾക്കുമ്പോഴേ സങ്കടപ്പെട്ടു, ഇനി വീഡിയോ ചെയ്യണ്ട, അല്ലെങ്കിൽ എന്നെ ഞാൻ ഇനി പുറത്തിറങ്ങുമ്പോൾ അവരെന്ത് പറയും, കൊള്ളത്തില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ, ഇപ്പൊ കുറെ മാറി. ഇപ്പൊ ഫ്രണ്ട്സ് ആയാലും നമ്മുടെ ആ ഒരു ടീമായാലും പറഞ്ഞു പറഞ്ഞ് കുറെ എന്നെ മാറ്റിച്ചു. ഇപ്പൊ വീട്ടിലെ പേരൻസ് ആയാലും റിലേറ്റീവ്സ് ആയാലും പറയും, കുഴപ്പമൊന്നുമില്ല നീ ചെയ്യ്, അവർക്ക് ഇഷ്ടം, അവർ പറയും നീ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്തത്. പിന്നെ മാറി. അല്ലാതെ നെഗറ്റീവ് കാസ്റ്റിംഗ് കോൾസ് അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ആ ഒരു ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കമന്റ് സെക്ഷനിൽ നിന്ന് ഉണ്ടാക്കി അത് നോർമലാണല്ലോ, അങ്ങനെ മൈൻഡ് ചെയ്ത സമയം ഉണ്ടായിരുന്നു, ഇപ്പൊ മൈൻഡ് ചെയ്യത്തില്ല. ഇല്ല, അതൊക്കെ മാറി. ബോൾഡാണ്. ബോൾഡാണെങ്കിലും ഇടയ്ക്കിരുന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ സങ്കടം വരും, എന്നാലും പണ്ടത് അത്ര ഇല്ല. ഇപ്പൊ അത് കാണുമ്പോ അറിയാം, പറയട്ടെ, നമുക്ക് നമ്മുടെ ഭാഗം ചെയ്ത് ക്ലിയർ ചെയ്ത് പോയാ പോരെന്നൊരു ഇത്. അത്രേ ഉള്ളൂ, ഓരോന്നും മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കരിയർ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും +2 കഴിഞ്ഞിട്ട് TTC എടുത്തു എന്നുള്ളത് പറയുന്നത്. എങ്കിലും ടീച്ചർ മാറ്റി നിർത്തിയാൽ ലൈഫിൽ എന്തായി തീർന്നെന്ന് എപ്പോഴേലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ടീച്ചർ മാറ്റി നിർത്തിയ ആക്ടർ ഇത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇല്ല. ഒന്നെങ്കിൽ ടീച്ചർ, പണ്ടോട്ടെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ടീച്ചറായിട്ട് കാണണമെന്നുള്ളത്. അപ്പോൾ അമ്മയുടെ ആഗ്രഹം, പിന്നെ റിലേറ്റീവ്സും പറഞ്ഞു അവള് പോട്ടെ, നല്ല കോഴ്സാണ്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്, പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കും ഇഷ്ടമാണ്, എനിക്ക് ഒരാൾക്ക് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരു ടോപ്പിക് ഒരാളിലേക്ക് എത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതിന് പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ടീച്ചിങ്. പിന്നെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോഴത്തേന് അതെന്റെ പറയും ചൂസ് ചെയ്തു. പിന്നെ ആക്ടിങ്, ഇത് രണ്ടുമാണ് നോക്കുന്നത്. ഇത് രണ്ടും അല്ലെന്നുണ്ടെങ്കിൽ വേറെ അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അച്ഛൻ കുട്ടിയാണോ അമ്മ കുട്ടിയാണോ? രണ്ടുപേരും ഇവിടെ ഉള്ളത് കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നത് രണ്ടുപേരും അവരെ വിളിച്ചിരുത്തണമെന്ന് തോന്നുന്നു. ഇല്ലില്ല, രണ്ടുപേരും ഇഷ്ടമാണ്, രണ്ടുപേരും എടുത്ത് ഒരേ കണക്കാണ്. പിന്നെ നമ്മള് അച്ഛൻ കൂടുതൽ സമയം വീട്ടിൽ കാണത്തില്ലല്ലോ, അച്ഛൻ ജോലിക്ക് പോകുന്നോണ്ട് കൂടുതലെല്ലാം വന്ന് ഓപ്പണായിട്ട് ഷെയർ ചെയ്യുന്ന അമ്മയെടുത്താണ്, അച്ഛൻ്റെ അടുത്തും പറയും. രണ്ടുപേരും ഒരേ കണക്ക് ഇഷ്ടമാണ്. എന്തെങ്കിലും കുറുമ്പൊക്കെ ഒപ്പിച്ചിട്ട് ആരെടുത്താ പറയാ? അത് അമ്മയെടുത്തായിരിക്കും ആദ്യം ചെന്ന്, എന്തുകൊണ്ടെങ്കിലും ചെന്ന് പറയും. പിന്നെ അച്ഛൻ അറിഞ്ഞു കഴിയുമ്പോ അത് വേറെ റിയാക്ഷൻ. അങ്ങനെ വലിയ രീതിയിലൊന്നും അല്ല, എന്നാലും ഓക്കെ, അത് അറിയുമ്പോ വേറെ ഇത്. അമ്മയെടുത്ത അവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് പറയും. അതിപ്പോ എനിക്ക് എന്റെ അനിയത്തിയാണെങ്കിൽ, അവളാണെങ്കിൽ അച്ഛനോട് അടുത്ത് ആദ്യം പറയുന്നത്, അവളെ അമ്മയെക്കാട്ടിൽ കൂടുതൽ അമ്മിനെ അച്ഛനും എടുത്താ. ഞാൻ അച്ഛനോട് പറയെങ്കിലും ആദ്യം വന്ന് അമ്മയെടുത്ത് പറഞ്ഞിട്ട് ജാമ്യൊക്കെ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇപ്പം റീൽസ് ഒക്കെ മില്യൺസ് പൊക്കോണ്ടിരിക്കുന്നു, അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ തിരിച്ചറിയാറുണ്ടോ, സംസാരിക്കാറുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഒരാളെ തിരിച്ചറിയുക, അവരിഷ്ടപ്പെട്ടോണ്ടായിരിക്കുമല്ലോ, കാരണം നമ്മൾ അത്രയും നോട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കുമല്ലോ. നമ്മൾ ഈ ഇടയ്ക്ക് ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ചെയ്തപ്പോൾ ഒരു കണ്ടന്റാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഞാനൊരു സെയിൽസ് ഗേൾ ആയിട്ടുള്ള ഒരു റോളാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേന് ആ വീഡിയോയുടെ അടിയിൽ കമന്റ്, ഇത് നമ്മുടെ മറ്റേ തുണിക്കടയിലെ കുട്ടിയല്ലേ, കാരണം അത്രയും ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പുറത്തിറങ്ങുമ്പോഴായാലും പറയും ഇന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടു, രേഖാചിത്രം കണ്ടിട്ട് നല്ല അഭിപ്രായമായിരുന്നു എല്ലാവരും, നല്ല രസമുണ്ട് ചെയ്തത്, അതേപോലെ ഇനി വീഡിയോസ് ചെയ്യും. പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴായാലും എല്ലാവരും പറയും ചേച്ചി വീഡിയോസ് കാണാറുണ്ട്, നല്ലതാണ്. സന്തോഷവും കേട്ട് കഴിയുമ്പോൾ. സിനിമകളൊക്കെ ഇഷ്ടമാണോ? ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും? ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ട മൂവി എനിക്ക് തോന്നുന്നു രേഖാചിത്രമാണ്. അതിനുശേഷം കണ്ടിട്ടില്ല ഒന്നും. ആ ഒരു മൂവിയാണ് കണ്ട് നിർത്തിയത്. അതിനുശേഷം വേറെ ഒന്നും കണ്ടിട്ടില്ല. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒന്നും കാണാൻ പോകാൻ പറ്റിയില്ല, കാണാൻ കുറച്ച് തിരക്കായി പോയി. അപ്പൊ ഇതാണ് ലാസ്റ്റ് കണ്ടു നിർത്തിയത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമകളൊക്കെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോവോ അതോ ഫ്രണ്ട്സിന്റെ കൂടെ പോയി കാണോ? ഫ്രണ്ട്സിന്റെ കൂടെ പോകും. അച്ഛനെ അമ്മയും ഞാൻ വിളിക്കും, ഞാൻ പറയും നമുക്കൊരു സിനിമ കാണാൻ പോവാ, അമ്മ പറയും താല്പര്യമില്ല,
അവർക്ക് താല്പര്യമില്ല. സിനിമ വീട്ടില് TV-യിൽ വരാണെങ്കിൽ എല്ലാവരും ഇരുന്ന് കാണും. അച്ഛനെ വിളിച്ചാൽ അച്ഛന് വരില്ല, അമ്മയെ വിളിച്ചാൽ അമ്മയും വരില്ല. അവരങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. അവര് നീ പോയി കണ്ടോ, കുഴപ്പമില്ല, ഫ്രണ്ട്സിന്റെ കൂടെ പോയി കണ്ടോ. ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും മിക്കപ്പോഴും സിനിമ കാണാൻ പോകുന്നത്. ഓക്കെ. ഈ അടുത്ത സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായത് ഇൻഫ്ലുവൻസേഴ്സ് ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നു, അത്തരം അഡ്വർടൈസ്മെന്റുകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് ലക്ഷ്മിക്ക് അതിനെ പറ്റിയുള്ള അഭിപ്രായം? നമുക്ക് വരാറുണ്ട്, നല്ല പൈസ ഓഫർ ചെയ്തിട്ടുള്ള മെസ്സേജസ് വരാറുണ്ട്. ഇപ്പൊ ഒന്നും എടുക്കുന്നില്ല. കാരണം ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ആദ്യം ഫസ്റ്റ് ടൈമിൽ കുറേ നാളായി, വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയത്തില്ല, വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്തു. എനിക്ക് മനസ്സിലായി ഇത്, കാരണം അവരായാലും നമ്മളെ പറ്റിച്ചതാണ്. നമുക്ക് പേയ്മെന്റ് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് തന്നതും ഇല്ല. പിന്നെ എനിക്ക് തന്നെ തോന്നി, എനിക്ക് അവർ തന്ന പേയ്മെന്റ് ഞാൻ അതേപടി തിരിച്ചയച്ചു കൊടുത്തിട്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അഡ്വാൻസ് മാത്രമേ തന്നിട്ടുള്ളായിരുന്നു. ഇപ്പൊ പിന്നെ ബെറ്റിംഗ് ആപ്പിന്റെ ഒരു വീഡിയോ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് തെറ്റാണെന്ന് മനസ്സിലായി, ശരിയല്ലെന്ന് തോന്നി. നമ്മളെ വിശ്വസിച്ചായിരിക്കുമല്ലോ ഫോളോവേഴ്സ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഫോളോ ചെയ്യുന്നത്. നമ്മളിൽ നിന്ന് എന്ത് നല്ല കാര്യം കിട്ടണം എന്ന് ആഗ്രഹിച്ചായിരിക്കും അവർ വരുന്നത്. അപ്പൊ ഇല്ലാത്ത കാര്യം പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയ കുറെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഫ്രണ്ട് ആപ്പ്, റമ്മി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എനിക്കൊന്നു ഈ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഫ്രണ്ട് ആപ്പിന്റെ ഒരു മെയിൽ ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. ലക്ഷ്മിക്ക് വന്നിട്ടുണ്ടായിരുന്നു? എനിക്ക് ഫ്രണ്ട് ആപ്പിന്റെ മെയിൽ വന്നിട്ടില്ല. അല്ലാണ്ട് ഈ റമ്മി സർക്കിൾ ആയാലും ബെറ്റിംഗ് ആപ്പ് ആയാലും കുറെ ഉണ്ടല്ലോ പ്ലാറ്റ്ഫോംസ്, അവരുടെയൊക്കെ ദിവസവും വരാറുണ്ട്. റിക്വസ്റ്റ് നോക്കാനാണെങ്കിൽ ഇത്ര രൂപ ഓഫർ ചെയ്തിട്ടുള്ളതെല്ലാം വരാറുണ്ട്. പക്ഷെ നമ്മൾ എടുക്കാറില്ല, താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്ത് കളയും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.